ടോപ്പേഴ്സ് ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഇക്കായി തീനിലെ അകാൽ അവർ ഉസ്കെ ബാദ് എന്ന കവിതയാണ്. ഫോക്കസ് ഏരിയയിലെ ഒരു ചാപ്റ്ററാണ് അകാൽ അവർ ഉസ്കെ ബാദ് എന്ന ആ കവിത. വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. നമുക്ക് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പാഠഭാഗമാണ്. ഇതിന്റെ പ്രോക്തി എന്ന് പറയുന്ന കവിതയാണ്. ഏത് വിധായാണ്, ഏത് പ്രോക്തിയാണെന്ന് ചോദിച്ചാൽ കവിതയാണ് അകാൽ അവർ ഉസ്കെ ബാദ് എന്ന് പറയുന്നത്. നാഗാർജുന്റെ ഒരു കവിതയാണ്. അപ്പൊ നാഗാർജുനെ കുറിച്ച് ഈ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഞാനിപ്പോ പറയാം. നാഗാർജുൻ ജന്മ 30 ജൂൺ 1911 ബീഹാർ, മൃത്യു 5 നവംബർ 1898. അപ്പൊ അദ്ദേഹം ജനിച്ചത് ജൂൺ 30 1911 ബീഹാറിലാണ് അദ്ദേഹം ജനിച്ചത്. മൃത്യു മരണം, അദ്ദേഹം മരിച്ചത് നവംബർ 5 1898 1998. आप हिंदी के प्रगतिशील साहित्यकार हैं. പ്രഗതിശീൽ എന്ന് പറഞ്ഞാൽ പുരോഗമനവാദിയായ. അപ്പൊ അദ്ദേഹം ഹിന്ദിയിലെ പുരോഗമനവാദിയായ ഒരു സാഹിത്യകാരനായിരുന്നു. ആപ്നെ ഹിന്ദി കെ അലാവ മൈഥിലി, സംസ്കൃത അവർ ബംഗ്ലാ में भी രചനായേം की है. അതുപോലെ ഹിന്ദി കൂടാതെ, കെ അലാവ എന്ന് പറഞ്ഞാൽ കൂടാതെ, ഹിന്ദി കൂടാതെ മൈഥിലി, സംസ്കൃത, ബംഗ്ല ഇതൊക്കെ ഭാഷകളാണ്. ഇതിലൊക്കെ അദ്ദേഹം രചനകൾ എഴുതിയിട്ടുണ്ട്. ലോക് ജീവൻ, പ്രകൃതി, അവർ സമകാലീന രാജനീതി ആപ്കി രചനാവോക്കെ മുഖ്യ വിഷയ രഹേ ഹെ. അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖ്യമായ വിഷയമെന്ന് പറയുന്നത് ലോകജീവൻ, ജനജീവിതം, പിന്നെ പ്രകൃതിയെക്കുറിച്ച്, അവർ സമകാലീന രാജനീതി, രാജനീതി എന്ന് പറഞ്ഞ രാഷ്ട്രീയം, ആ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയത്തിനെ കുറിച്ചുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കവിതയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. പിന്നീട് കൊടുത്തിരിക്കുന്നതെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളാണ്. യുഗധാര, പ്യാസി പത്രായി ആംഖേ, സദരംഗി പങ്കോംവാലി, താലാബ് കി മച്ചലിയാം, ആദി ആപ്കി പ്രമുഖ കാവ്യ കൃതിയാം ഹെ. ഈ പറഞ്ഞേക്കുന്ന എല്ലാം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതികളാണ്. ഇപ്പൊ കവിതയുടെ പേരെന്ന് പറയുന്നത് അകാൽ അവർ ഉസ്കെ ബാദ്. ഏത് പ്രോക്തിയാണ് എന്ന് ചോദിച്ചാൽ കവിത. എഴുതിയത് നാഗാർജുൻ. ഇനി അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമകാലത്തിനെയാണ് അകാൽ എന്ന് പറയുന്നത്, ഇല്ലായ്മ കാലം. ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ള കാലത്തെക്കുറിച്ചും. അങ്ങനെ 2 സ്റ്റാൻസിയായിട്ടാണ് ഇവിടെ. ആദ്യത്തെ ഇതിനകത്ത് 4 വരിയും അടുത്തത് 4 വരിയുമായിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആദ്യത്തെ ആ 4 വരികളിൽ പറയുന്നത് അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമകാലത്തെക്കുറിച്ചും, അടുത്ത 4 വരികളിൽ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ക്ഷാമകാലമെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചുമാണ് കവി ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യത്തെ 4 ലൈൻ ഞാൻ വായിക്കാം. കൈ ദിനോം തക് ചൂൽഹാ റോയാ, ചക്കി രഹി ഉദാസ്, കई दिनों तक कानी कुदिया, सोई उनके पास, कई दिनों तक लगी फीत पर छिपकलियों की गश्त, कई दिनों तक चूहों की फी हालत रही शिकस्त. कई दिनों तक കുറെ ദിവസങ്ങളായിട്ട്, ചൂൽഹ രോയ, രോയ എന്ന് പറഞ്ഞാൽ രോന കരയുകയാണ്. ചൂൽഹ അടുപ്പ്. കുറെ ദിവസങ്ങളായിട്ട് അടുപ്പ് കരയുന്നു. ചക്കി രഹി ഉദാസ്, ചക്കി എന്ന് പറഞ്ഞാൽ തിരികല്ല്. ഇപ്പൊ പണ്ട് വീടുകളിലൊക്കെ കാണും തിരികല്ല്. നമ്മളെ പണ്ട് ധാന്യങ്ങളൊക്കെ പൊടിക്കാനും അതുപോലൊക്കെ തന്നെ ഉഴുന്ന്, പയറ് ഇതിന്റെയൊക്കെ തൊലി കളയാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറക്കി, മുകളിലൊരു പിടിയൊക്കെ ഉണ്ട്, ആ പിടി വെച്ചിട്ട് ഇങ്ങനെ കറക്കിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കല്ലിനെയാണ് തിരികല്ല് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ചക്കി എന്ന് പറയുന്നത്. അപ്പൊ കുറെ ദിവസങ്ങളായിട്ട് അടുപ്പ് കരയുന്നു, തിരികല്ല് വിഷമത്തിലാണ്. ഇത് രണ്ടുമെന്ന് പറയുന്നത് ഈ കവിതയിലെ നിർജീവ വസ്തുക്കളാണ്. ജീവനില്ലാത്ത വസ്തുക്കളാണ് അടുപ്പെന്ന് പറയുന്നതും അതുപോലെ കല്ലെന്ന് പറയുന്നതും.
അപ്പൊ അവ കരയുന്നു എന്ന് പറയുമ്പോൾ ഈ കവി അതിനെ ഒരു ജീവവസ്തുക്കളായിട്ട് കണ്ടിട്ടാണ് കവി ഈ കവിതയിൽ പറയുന്നത്. അത് കരയുന്നു അല്ലെങ്കിൽ വിഷമത്തിലാണ് എന്ന് പറഞ്ഞാൽ അടുപ്പ് കത്തിക്കുന്നില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, അവിടെ ക്ഷാമകാലമാണ്, ഇല്ലായ്മ കാലമാണ്, അവിടെ ഒന്നുമില്ലാത്തത് കൊണ്ട് അടുപ്പ് കത്തിക്കുന്നില്ല. അതുപോലെ തന്നെ കല്ലും തിരികല്ലും വിഷമത്തിലാണ് എന്ന് പറയുന്നത്. അതിനും എന്താണ്, ധാന്യങ്ങളോ ഒന്നും ആ വീട്ടിലില്ല, അതുകൊണ്ട് അതും വിഷമത്തിലാണ് എന്നാണ് കവി അവിടെ ഒരു ലൈനില് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കൈ ദിനോം തക് കാനി കുതിയാം സോയി ഉൻകെ പാസ്. കുറെ ദിവസങ്ങളായിട്ട് കാനി കുതിയ എന്ന് പറഞ്ഞാൽ ഈ ഒറ്റക്കണ്ണൻ പെൺപട്ടിയെയാണ് നമ്മൾ കാനി കുതിയ എന്ന് പറയുന്നത്. അത് കുറെ ദിവസങ്ങളായിട്ട് സോയി ഉറങ്ങുന്നു, ഉൻകെ പാസ് അതിന്റെ അടുത്തായിട്ട്, ഇതിന്റെ ചൂൽഹ ആ അടുപ്പിന്റെയും ചക്കി തിരികല്ലിന്റെയും അടുത്തായിട്ട് ഈ പട്ടി കിടന്ന് ഉറങ്ങുന്നു. എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിലേ ആർക്ക് കഴിക്കാൻ പറ്റുള്ളൂ, ഈ പട്ടിക്ക് കഴിക്കാന് പറ്റത്തുള്ളൂ. അപ്പൊ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അത് അവിടെ കിടന്ന് ഉറങ്ങുന്നത്. അതും എന്താണ്, ക്ഷാമകാലത്തിന്റെ ഒരു ഭീകര അവസ്ഥയാണ് കവി അവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. അടുത്ത ലൈൻ കൈ ദിനോം തക്ക് ലഗി ഭീത് പർ ചിപ്കലിയോങ്കി ഗസ്റ്റ്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ റോന്ത് ചുറ്റുന്നതിനെ അല്ലെങ്കിൽ ഉലാത്തുന്നതിനെയാണ് ഗസ്റ്റ് എന്ന് പറയുന്നത്. കുറെ ദിവസങ്ങളായിട്ട് ഭീത് എന്ന് പറഞ്ഞാല് ദീവ, ഭിത്തിക്കാണ് ഭീത് എന്ന് പറയുന്നത്. ഇപ്പം ഭീത് കാ മതലബ് ക്യാ ഹെ എന്ന് പറഞ്ഞ് ചില ക്വസ്റ്റ്യൻ പേപ്പർ അത് ചോദിച്ചിട്ടുണ്ട് മുൻ പരീക്ഷകളില്. അപ്പൊ ഇനി എ പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ കാണും, അതിനകത്ത് ദീവാർന്ന് കാണും. അതാണ് ഭീത് എന്ന് പറഞ്ഞാൽ ഭിത്തിക്കാണ് പറയുന്നത്. അപ്പം കുറെ ദിവസങ്ങളായിട്ട് ഭിത്തിയിലൂടെ ചിപ്കലിയോ എന്ന് പറഞ്ഞാൽ പല്ലികൾ ഇങ്ങനെ റോന്തു ചുറ്റുന്നു. എന്താണ് ചിപ്കലിയാം, പല്ലികൾ റോന്തു ചുറ്റുന്നത്? അവർക്ക് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ഈ ചെറിയ പ്രാണികളോ ഒക്കെയാണല്ലോ അവരുടെ ഭക്ഷണമായിട്ട് അവര് ഉപയോഗിക്കുന്നത്. അതെന്തെങ്കിലും ഭിത്തിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് അതിനെ പിടിച്ച് തിന്നാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് കുറെ ദിവസങ്ങളായിട്ട് ഭിത്തിയിലൂടെ ഇങ്ങനെ റോന്തു ചുറ്റുന്നത്. കൈ ദിനോം തക്ക് ചൂഹോം കി ഭീ ഹാലത്ത് രഹി ശികസ്ത്. കുറെ ദിവസങ്ങൾ വരെ എന്താണ് ചൂഹ എന്ന് പറഞ്ഞാൽ എലിക്കാണ് ചൂഹ എന്ന് പറയുന്നത്. എലികളുടെയും ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ, എലികളുടെ അവസ്ഥ എന്താണ്, ശിഖസ്താണ്. ശിഖസ്ത് എന്ന് പറഞ്ഞാൽ തകർച്ചയാണ് അല്ലെങ്കിൽ പരിതാപകരമാണ്. അവരുടെ അവസ്ഥയും തകർന്നു പോയിരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിലേ ആർക്കെടുത്ത് തിന്നാൻ പറ്റത്തുള്ളൂ, എലികൾക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എലികൾക്കും അവിടെ ഭക്ഷണമില്ല. അപ്പം ജീവവസ്തുക്കളും നിർജീവ വസ്തുക്കളുമാണ് അവിടെ 4 ലൈനിലെ കവി പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് പറഞ്ഞിരിക്കുന്നത് ചൂൽഹ അടുപ്പ് വിഷമത്തിലാണ്, ചക്കി തിരികല്ല് വിഷമത്തിലാണ്, അടുപ്പ് കരയുന്നു. പിന്നെ എന്താണ്, കാനി കുതിയ എന്ത് ചെയ്യുന്നു, ഇതിന്റെ അടുത്തായിട്ട് അതും വിഷമത്തില് കിടന്ന് ഉറങ്ങുന്നു. പിന്നീട് ചിപ്കലിയാം പല്ലികള് എന്താണ്, റോന്ത് ചുറ്റുന്നു ഭിത്തിയിലൂടെ, അവയും റോന്ത് ചുറ്റുന്നു എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥത്തിന് വേണ്ടി. കുറെ ദിവസങ്ങളായിട്ട് എലികളും ആകെ വിഷമത്തിലാണ്. അപ്പൊ ഈ 4 ലൈനില് അകാൽ എന്ന് പറഞ്ഞ ക്ഷാമകാലത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ കവി ഇതിനകത്ത് വർണ്ണിച്ചിരിക്കുന്നത്. ഈ 4 വരികളിലൂടെ കവി വർണ്ണിച്ചിരിക്കുന്നത് ഈ ക്ഷാമകാലത്തെ അവസ്ഥയെക്കുറിച്ചാണ്. അടുത്ത 4 ലൈനിനകത്ത് കൊടുത്തിരിക്കുന്നത് ഉസ്കെ ബാദ്, അകാലിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ചാണ് അടുത്ത 4 വരികളിൽ പറഞ്ഞിരിക്കുന്നത്. ആ വരികൾ ഞാൻ വായിക്കാം. दाने आए घर के अंदर कई दिनों के बाद, धुआं उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी खरफर की आंखें कई दिनों के बाद, कौवे ने खुजलाई पंखों कई दिनों के बाद. ദാനേ ആയേ ഖർക്കേ അന്തർ. ദാനേ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ വന്നു. എവിടെയാണ്, ഖർക്കേ അന്തർ വീടിന്റെ ഉള്ളിൽ, കൈ ദിനോങ്കേ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. കേ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷമെന്നാണ്. അപ്പൊ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീടിനുള്ളിൽ എന്തു വന്നു, ധാന്യങ്ങളൊക്കെ വന്നു. ധുവാമുട ആംഗൺ സേ ഊപ്പർ കൈ ദിനോം കേ ബാദ്.
ധുവാം എന്ന് പറഞ്ഞാൽ പുക. എവിടെയാണ്? ആങ്കൺ സേ ഊപ്പർ, മുറ്റത്തിന്റെ മുകളിലായിട്ട് എന്ന് പറഞ്ഞാൽ വീട്ടില് തീയൊക്കെ കത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അടുപ്പൊക്കെ കത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ വീടിന് മുകളിലായിട്ട് പുകയൊക്കെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ക്ഷാമകാലമൊക്കെ മാറിയിട്ട് എല്ലാ ധാന്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആ വീട്ടിൽ ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആ 2 ലൈനിലൂടെ കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചമക്കുടി ഖർഫർ കി ആംഖേം കൈ ദിനോं के बाद. ചമക്ക്, ചമക്കിന എന്ന് പറഞ്ഞ തിളങ്ങുക, തിളങ്ങുന്നു. ഖർഫർ കി ആംഖേം, ഖർഫർ കി ആംഖേം, ആംഖേം എന്ന് പറഞ്ഞ കണ്ണുകൾ, വീട്ടിലുള്ളവരുടെ കണ്ണുകള് എന്താണ്? തിളങ്ങുന്നു. കൈ ദിനോं के बाद, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ക്ഷാമകാലമെല്ലാം, ഇല്ലായ്മക്കാലമെല്ലാം മാറിയിട്ട് അവിടെ ഭക്ഷണമൊക്കെ വന്നു. ഇപ്പൊ അവർക്ക് സന്തോഷമാണ്, ആ വീട്ടിലുള്ളവരുടെ സന്തോഷമാണ് കവി ഇവിടെ ആ വരികളിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. അതാണ് ചമക്കുടി ഖർഫർ കി ആംഖേം കൈ ദിനോं के बाद എന്ന് പറയുന്നത്. പിന്നെയോ കൗവേനെ ഖുജലായി പാങ്കോം കൈ ദിനോं के बाद. കൗവേ, കൗവേ എന്ന് പറഞ്ഞ കാക്ക, കാക്കകള് കുജലായി പങ്കോം, പങ്കോം എന്ന് പറഞ്ഞാൽ ചിറകുകള്. കുജലാന എന്ന് പറഞ്ഞാല് ചൊറിയുക എന്നൊക്കെയാണ് കുജലാന എന്ന് പറയുന്നത്. കുറെ ദിവസം എന്ന് പറഞ്ഞാല് അതിന്റെ ആ സന്തോഷം, അതിന്റെ ആ കൊക്കിനെ ഒക്കെ മൂർച്ച കൂട്ടുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ആ സന്തോഷം പ്രകടമാക്കുന്നതാണ് ആ വരികളിലൂടെ. അപ്പൊ അതും കാക്കകളും എന്താണ്? പട്ടിണിയായിരുന്നു. ഇപ്പൊ അതിന്റെയും പട്ടിണിയെല്ലാം മാറി അതിനും ഭക്ഷണമൊക്കെ എത്തിയിരിക്കുന്നു. അതാണ് ആ ലാസ്റ്റ് വരികളിലൂടെ കവി ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ 4 വരികളിലൂടെ ക്ഷാമകാലത്തെക്കുറിച്ചും അടുത്ത 4 വരികളിലൂടെ ഇല്ലായ്മ കാലത്തെക്കുറിച്ചും, ക്ഷാമം കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു അവസ്ഥ, ക്ഷാമകാലം കഴിഞ്ഞിട്ട് അവരുടെ സന്തോഷത്തിന്റെ, ക്ഷാമകാലം എല്ലാം കഴിഞ്ഞു, അതിനുശേഷമുള്ള കാലത്തെക്കുറിച്ചാണ് ആ 4 വരികളിലൂടെ ഈ കവി പറയുന്നത്. കവിത നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനകത്തെ കുറച്ച് അർത്ഥങ്ങൾ. അകാൽ എന്റെ അർത്ഥം എന്ന് പറയുന്നത് ക്ഷാമമാണ്, ചൂൽഹ അടുപ്പ്, പിന്നെ ചക്കി എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത് തിരികല്ല്, പിന്നെ ഭീത് അതാണ് ഭിത്തി, അതിന്റെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഭീത് ദീവാർ. പിന്നെ ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലി, ഗസ്റ്റ് റോന്തു ചുറ്റുന്നു അല്ലെങ്കിൽ ഉലാത്തുന്നു, അതിനെയാണ് ഗസ്റ്റ് എന്ന് പറയുന്നത്. ഷികസ്ത് എന്ന് പറഞ്ഞാൽ തകർച്ചയ്ക്കാണ് ഷികസ്ത് എന്ന് പറയുന്നത്. ഹാലത്ത് പറയുന്നത് അവസ്ഥ, ചൂഹ എലി, പിന്നെ ധാന്യം, അതുപോലെ ആങ്കൺ എന്ന് പറഞ്ഞാൽ മുറ്റം, കെ ബാധ എന്ന് പറഞ്ഞാൽ ശേഷം, ചമക്കിന എന്ന് പറഞ്ഞാൽ തിളങ്ങുക, പങ്ക് എന്ന് പറഞ്ഞാൽ ചിറകിനെയാണ് പങ്ക് എന്ന് പറയുന്നത്, കൗവ കാക്കയ്ക്കാണ് പറയുന്നത്. ഇത്രയാണ് മെയിനായിട്ടുള്ള അർത്ഥങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് മെയിൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏതേലും 4 ലൈൻ തന്നിട്ടാണ് അതിന്റെ ആശയം ചോദിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വരികൾ നമ്മള് അടുപ്പ് കരയുന്നു എന്നൊക്കെ പറയുമ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ക്ഷാമകാലത്തെ കുറിച്ചാണ് പറയുന്നത്. അകാൽ ആ സമയത്തെ കുറിച്ചാണ് അത് പറയുന്നത്, മനസ്സിലാക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കൗവയുടെ കാര്യം പറയുമ്പോഴും ചമക്കുടി ഖർഫർ കി ആംഖേം എന്നൊക്കെ പറയുമ്പോൾ ക്ഷാമകാലം എല്ലാം കഴിഞ്ഞു, അതിനുശേഷമുള്ള കാര്യത്തെക്കുറിച്ചുമാണ് ഇവിടെ കവി പറയുന്നത്. അപ്പൊ കവിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അതും പഠിച്ചിട്ട് വേണം നമുക്ക് അതിന്റെ ആശയങ്ങളൊക്കെ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞത് നിർജീവ വസ്തുക്കളും ജീവവസ്തുക്കളും ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇവിടെ നിർജീവ വസ്തുക്കൾ എന്ന് പറയുന്നത്, നിർജീവ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്ത വസ്തുക്കളെയാണ് നിർജീവ വസ്തുക്കൾ എന്ന് പറയുന്നത്. അതിവിടെ പറയുന്നത് ചൂൽഹ, അത് കരയുന്നു എന്ന് പറയുമ്പോൾ അടുപ്പ് ചൂൽഹ, പിന്നെ ചക്കി അതും ഒരു നിർജീവ വസ്തുവാണ്. പിന്നെ പറയുന്നെന്ന് പറഞ്ഞത് ഭിത്തി, ഇതൊക്കെ നിർജീവ വസ്തുക്കളാണ്. അതുപോലെ ജീവവസ്തുക്കൾ എന്ന് പറയുന്നതാണ് കാനി കുതിയ, അത് ജീവവസ്തുക്കളാണ്. ചിപ്കലിയം അത് ജീവവസ്തുവാണ്. ചൂഹ കൗവ ഇതൊക്കെയാണെങ്കിൽ ജീവവസ്തുക്കളാണ്. ഇതൊക്കെയാണ് നിർജീവ വസ്തുക്കളും ജീവവസ്തുക്കളും. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിനകത്തുള്ള ചോദ്യം. പിന്നെ അകാലവർ ഉസ്കെ ബാദ് കിസ്കി കവിത ഹെ? അകാലവർ ഉസ്കെ ബാദ് നാഗാർജുൻ की कविता है. अकाल में इनकी क्या अवस्था रही?
എന്ന് പറഞ്ഞാൽ ഈ ക്ഷാമകാലത്തെ ഇവയുടെ അവസ്ഥ എന്തായിരുന്നു? ചൂൽഹയുടെ അവസ്ഥ രോന, പിന്നെ ചക്കി, ഉദാസ് രഹന, ഉദിയ, സോന, ചിപ്കലിയ, ഗസ്റ്റ് കർണ, ചൂഹെ, പരാജിത ഹോന. രോന എന്ന് പറഞ്ഞാൽ അറിയാലോ, കരയുന്നതിനെയാണ്. അപ്പൊ ചൂൽഹ രോന എന്ന് പറഞ്ഞാൽ അടുപ്പ് കരയുന്നു. ചക്കി ഉദാസ് രഹന, തിരികല്ല ദുഃഖിക്കുന്നു. പിന്നെ കുതിയ സോന, പെൺപട്ടി ഉറങ്ങുന്നു. പിന്നെ ചിപ്കലിയ ഗസ്റ്റ് കർണ, പല്ലികൾ ഉലാത്തുന്നു അല്ലെങ്കിൽ റോന്തു ചുറ്റുന്നു. ചൂഹെ പരാജിത ഹോന, എലികള് പരാജിതരാകുന്നു. ഇതൊക്കെയാണ് ഇതിനകത്തെ അവസ്ഥയെന്ന് പറയുന്നത്, ഹാലത്ത്, അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് നേരത്തെ പറഞ്ഞ 2 പ്രാവശ്യവും പറഞ്ഞു, ഭീത് കാ മതലബ് ദീവാർ അല്ലെ. ഭീത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് ദീവാർ, ഭിത്തിക്കാണ്. പിന്നെ ഘർക്കെ അന്തർ ദാനേക്കെ ആനെ പർ ക്യാ ക്യാ പരിവർത്തനായി. ഇപ്പൊ ഘർക്കെ അന്തർ ദാനേക്കെ ആനെ പർ, വീട്ടിൽ ധാന്യം വന്നപ്പോൾ എന്തെല്ലാം പരിവർത്തനങ്ങളാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്. അപ്പൊ ആംഗൺ സേ ഊപ്പർ ധുവാ മുട അല്ലെ, മുറ്റത്തിന് മുകളിലായിട്ട് പുക ഉയരുന്നു. പിന്നെയോ ഘർ ഫർ കി ആംഖേം ചമക്കുടി, വീട്ടിലുള്ളവരുടെ കണ്ണുകളെല്ലാം തിളങ്ങുന്നു. എന്തുകൊണ്ടാണ്? സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകളെല്ലാം തിളങ്ങുന്നു. കൗവേനെ പങ്കോം കുചരായേ, കാക്കകൾ ചിറകുകളൊക്കെ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങുന്നു. ഇതൊക്കെയാണ് ധാന്യങ്ങൾ വന്നതിന് ശേഷം അവിടെ ഉണ്ടായ പരിവർത്തനങ്ങൾ. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ കൂടി അറിയിക്കുക. ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൂടാതെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ധന്യവാദ്.